പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ലോകം കണ്ട ഏകാധിപത്യമാകുന്ന ഭരണം നടത്തിയതായ വ്യക്തിയല്ലയോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഏകാധിപതിയായി സ്വേച്ഛാധിപതിയായി ഭരണം നടത്തിയതായ വ്യക്തിത്വമല്ലയോ അവനൊരു സാധാരണക്കാരനല്ല. ഇന്നും ഫിർഔനിൻ്റെതാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണകർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. മോശപ്പെട്ട ഭരണം നയിക്കുന്നവർ ലോകത്തിന്റെ പല കോണുകളില്ലേ, ലോകത്തിന്റെ പല ഭാഗങ്ങളില്ലേ, ആ ഭരണാധികാരികൾ മുഴുവനും ഭരണം നടത്തുന്നത് ഫിർഔൻ ലോകത്തെ കാഴ്ചവെച്ചതായ മാതൃകയാണ്. ആരാണ് ഫിർഔൻ? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ഈ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായി ധിക്കാരിയായി നിലകൊണ്ടതായ ഭരണാധികാരിയത്രേ ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അൽ കിബറു ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖിനെ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. അതാണ് എന്ത് പറയുക? കിബർ എന്ന് പറയുന്നത്. സത്യം അറിഞ്ഞാൽ അത് വിശ്വസിക്കൂല, അതിനെ പരിപൂർണമായി മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് കിബർ, അഹങ്കാരം. മൂസാ നബി അലൈഹിസ്സലാം സത്യമാണ്, അള്ളാഹു സത്യമാണെന്നറിയാം, പക്ഷെ ആ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് നടന്നു. ഏകാധിപതിയും ഛത്രാധിപതിയുമായ ഭരണം നടത്തി ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലാക്കണം, ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. എല്ലാ ഫിർഔനും എന്തല്ല? ലഅനത്തുല്ലാഹി അലൈഹി അല്ല, ശപിക്കപ്പെട്ടവരല്ല. ചില ഭരണാധികാരികൾ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഫറവോമാരും ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന ഈ ഫിർഔൻ, അവന്റെ പേരാണ് റസാസ്യം, റംസീസ് രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അവനെ രേഖപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഈജിപ്തിൽ പോയിട്ടുള്ളവരുണ്ടോ ഈ സദസ്സിൽ? ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ, അവിടെയുള്ളതാകുന്ന കടമുറികൾക്ക് 70% കടകൾക്ക് പേരുള്ളത് ഇപ്പോഴും, വർഷം എത്രയോ കഴിഞ്ഞു, 3000-4000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഫിർഔനിൻ്റെതാകുന്ന പേര്, അവന്റെ പേരാണ് പല കടകൾക്കും ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. മുസ്ലിം ഭരണ പ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ. എന്നിട്ട് പോലും അവിടെയുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരിയായി അവിടെയുള്ള ആളുകളെ കൈവെള്ളയിലിട്ടുകൊണ്ട് അമ്മാനമാടി വിറപ്പിച്ചിരുന്നതാകുന്ന ഫിർഔനിന്റെ യഥാർത്ഥ പേര് റസാസ്യം, റംസീസ് രണ്ടാമൻ എന്ന് തുടങ്ങുന്ന പേരുകൾ എത്രയോ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയണം. അപ്പൊ എത്രത്തോളം സ്വാധീനം അവൻ ചെലുത്തിയിട്ടുണ്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നല്ലതുപോലെ മനസ്സിലാക്കണം. ആളൊരു നിസ്സാരക്കാരനായിരുന്നില്ല, സാദാ സീത ഒരു വ്യക്തിയായിരുന്നില്ല. അവനെ പോലെ ഒരു തെമ്മാടിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു ഭരണാധികാരി ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. അതാണ് ഞാൻ പറയുന്നത്. അവരിൽ നിന്നാണ് എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തുടക്കം, എല്ലാ അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ്. ഖുർആൻ പറയാൻ ഇന്നിപ്പോ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതിലേക്ക് നമ്മുടേതാകുന്ന ഭരണങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ പ്രത്യയശാസ്ത്രവും ഒക്കെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, പല തട്ടുകളാക്കി ഭരിക്കുക. മണിപ്പൂർ അതിനൊരു ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ മെയ് 4-ാം തീയതി അവിടെ നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ പാവപ്പെട്ടതാകുന്ന സ്ത്രീകളെ വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പരസ്യമായി നടുറോഡിലൂടെ നടത്തിയിട്ട് അവരുടേതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറി പിടിച്ച് അവരെ വല്ലാതെ മൃഗീയമായി പ്രയാസപ്പെടുത്തി നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രഹസ്യാവയവങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതാകുന്ന ഏറ്റവും വിലപ്പെട്ടതാകുന്ന കനപ്പെട്ട മാനത്തെ പരിപൂർണമായി വില പറഞ്ഞുള്ള പരസ്യമായി ചെറുപ്പക്കാർ ആളുകൾ കൂട്ടം കൂടി റോഡിലൂടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിച്ചിട്ട് അവരുടേതാകുന്ന
ശരീരത്തിൻ്റെതാകുന്ന സീക്കട്ടാക്കപ്പെട്ട ഭാഗങ്ങളിൽ പിടിച്ച് രസിച്ചവരെ പ്രയാസപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ ഇവിടെ പ്രചരിച്ചു. അത് പ്രചരിച്ചത് 2 മാസങ്ങൾക്ക് ഇപ്പുറമാണ്. കാരണം 2 മാസത്തോളം ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരുന്നു മണിപ്പൂരി എന്നുള്ള വസ്തുത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവിടെയുള്ളതാകുന്ന വിഷയങ്ങളെ കുറിച്ച് മിണ്ടാനോ മിണ്ടിയപ്പോൾ തന്നെ വേണ്ട രീതിയിൽ അതിനുള്ള നടപടിയെടുക്കാനോ കേവലം ഒരു പറച്ചിലപ്പുറം ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ തന്ത്രമായി മെനഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതല്ലാതെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയിലേക്ക് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന അവസ്ഥാവിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് ഇന്നലകൾ തുടങ്ങിയതല്ല. ഇത് ഫിർഔനാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈ സംഭവം ആദ്യമായി തുടങ്ങിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുന്നതാകുന്ന ഒരു ശൈലി ആദ്യമായി ലോകത്തെ കാഴ്ചവെച്ചത് ഫിർഔന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ലോകത്തെ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി, അഹങ്കാരിയായി, ധിക്കാരിയായി ഭരണം നടത്തിയെന്ന് മാത്രമല്ല, വജഅല അഹ്ലഹാ ശിയആ. ഖിബ്തി വംശജരായി, ഇസ്രായേലി ജനതയായി ജനങ്ങളെ മാറ്റി നിർത്തുകയാണ്. ഒരു ഭാഗത്ത് സവർണ മേധാവിത്വം കാണിക്കുകയാണ് ഫിർഔൻ. അവർണരെയും ദലിത് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും തള്ളുകയാണ്. സമ്പത്തിന്റെ ഉത്തുംഗതയിലേക്ക് കയറുകയാണ് ഫിർഔൻ. സമ്പത്തില്ലാത്തവരുമായി ചർച്ചയില്ല, സമ്പത്തില്ലാത്തവരുമായി വർത്തമാനമില്ല. സമ്പത്തില്ലാത്തവരുമായിട്ട് യാതൊരുവിധ വർത്താനം തന്നെ ഇല്ല. ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമും ഇസ്ലാമികമാകുന്ന ദർശനം പറയാൻ വേണ്ടി അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഇവരുടെ കയ്യിൽ വളയില്ലേ? അസ്ഫിറത്തും മിൻ ദഹബിൻ. സ്വർണത്തിനാലുള്ള വള അവരുടെ കൈവശമില്ലാത്തതെന്ത്? സ്വർണത്തിന്റെ വളയുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ. അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ കയ്യിൽ നല്ല സ്വർണത്തിന്റെ വള വേണം എന്ന് പറഞ്ഞാൽ നല്ല കാശും പുത്തമ്പണം ഉള്ളവൻ മാത്രം മതി വർത്താനം, അല്ലാത്തവനൊക്കെ മാറ്റി നിർത്തുക. ഖുർആനാണ്. അസ്ഫിറത്തും മിൻ ദഹബിൻ. ഇവരുടെ കൈവശം സ്വർണത്തിൻ്റെതാകുന്ന വളയില്ലേ? മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും പരിശുദ്ധമായ ദീനിൻ്റെതായ ദഅവത്തുമായി ഫിർഔനിൻ്റെതാകുന്ന അകത്തളത്തിലേക്ക് അവന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, സ്വർണത്തിന്റെ വള എന്തേ ഇവരുടെ കൈവശമില്ലാത്തത്? ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് സമ്മതം നൽകിയത്, എന്നെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്? ഈ രീതിയിൽ അധർമ്മം വാഴ്ത്തിക്കൊണ്ട് ഏറ്റവും വലിയതാകുന്ന സവർണ വേദാപിത്തത്തിന്റെ ഉടമയായി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിച്ച് ഭരിച്ചവനായിരുന്നു ഫിർഔൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ. يستضيع طائفة منهم يستضعف طائفة منهم. അതിലുള്ള ഒരു വിഭാഗങ്ങളെ, പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ തളച്ചിടുകയാണ്. അവർണരായ ആളുകളെ, മോശപ്പെട്ടതാകുന്ന ആളുകളെ, സമ്പത്തിൽ ഉത്തുംഗതയിലേക്ക് ഒരു നിലയ്ക്കും എത്താത്തതാകുന്ന പാവങ്ങളെ അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചിരുന്നു ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന കുട്ടികൾ ആൺകുട്ടികളാണ് ജനിച്ചതെന്നറിഞ്ഞാൽ തനിക്ക് എതിരായി കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആൺകുട്ടി കടന്നു വരുമെന്ന് ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ പ്രവാചകരെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കുകയാണ്. ആയിരക്കണക്കിന് മക്കളെ കൊന്നൊടുക്കുകയാണ്. ആൺകുട്ടികൾ ജനിച്ചു വീണാൽ അവരെ പച്ചയോടുകൂടി കത്തിക്കുകയാണ്. നഊദു ബില്ലാഹ്. അവരുടെ തല കൊയ്തെടുക്കാനുള്ള ഓർഡറാണ്. യുദബ്ബിഹു അബ്നാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്, അറുകുല നടത്തുകയാണ്.
അറുത്ത് കളയാൻ. യുദബ്ബിഹു അബ്നാഅഹും, കഴുത്തറത്തങ്ങ് കൊന്നേക്കാൻ പറയും ചെറിയ കുട്ടികളെ. ജനിച്ചു വീണതുള്ളൂ, ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ എനിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടിട്ട് കുട്ടികളെ അറുത്തൂല്ല. ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ പറയാം, തീർന്നില്ല. സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നുണ്ട്, പക്ഷേ അവർക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല, അവരോട് യാതൊരുവിധ മമതയുമില്ല. അവരുടേതാകുന്ന മാനത്തിന് വില പറയാൻ, സമ്പത്ത് കൊടുത്തിട്ട് മാനത്തിന് വില പറയാൻ അതിന് ചെറുപ്പക്കാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്നു. അവന്റെ തന്നെ പട്ടാളങ്ങളെ, അവന്റെ കിങ്കരന്മാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടാൻ 10,000-കണക്കിന് പട്ടാളം. ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കിയവനവനാണ്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. അല്ലാഹു പറയാൻ അവനേക്കാൾ വലിയ ഫസാദ് വേറെയില്ല. അത്ര വലിയ മോശപ്പെട്ടവനായിരുന്നു അവനെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അവന്റെ സമുദ്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധമായ പ്രബോധനത്തിന് വേണ്ടി തയ്യാറായി. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം ചെന്നുകൊണ്ട് പറഞ്ഞപ്പോ അവനെ കളിയാക്കുകയാണ്, തമാശിക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ പ്രവാചകരോട് അവൻ മോശമായ രീതിയിൽ പെരുമാറുക. അല്ലയോ മൂസാ നബിയെ, അല്ലയോ മൂസാ പ്രവാചകരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ദഅവത്തുമായി കടന്നു വരേണ്ടതില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ അവിശ്വസിക്കുകയാ. അന റബ്ബുകുമുൽ അലാ. അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയെന്ന് മാത്രമല്ല, നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും കുഴിച്ചു മൂടിയെന്ന് മാത്രമല്ല, അവിടെയുള്ള പെൺകുട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല, സമ്പത്ത് മുഴുവനും കണ്ടുകെട്ടി എന്ന് മാത്രമല്ല, അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വർത്തമാനത്തിന്റെ പരമോന്നത വർത്തമാനം അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അന റബ്ബുകുമുൽ അലാ മാലകും മിൻ ഇലാഹിൻ ഗൈരി. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അവൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു അത്രേ, യാ അയ്യുഹൽ മലഉ, അല്ലയോ ഇസ്രായേലി ജനതേ, നിങ്ങൾ എന്നെ അറിയണേ, മാലകും മിൻ ഇലാഹിൻ ഗൈരി. ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഞാനല്ലാതെ ഒരു ആരാധ്യ പുരുഷനില്ല, ഏകൻ ഞാനാണ്, ഞാനല്ലാതെ റബ്ബ് മറ്റൊരാളില്ല. അന റബ്ബുകുമുൽ അലാ, ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ ഏകൈക വ്യക്തി ഞാൻ മാത്രമാ. എന്നെ വെല്ലാൻ ഒരാൾക്കും കഴിയുകയില്ല. അവന്റെ വാക്കാണ്, അവൻ പറഞ്ഞ ഡയലോഗ്. അല്ലാഹു പറയാൻ, അന റബ്ബുകുമുൽ അലാ, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, രക്ഷിതാവ് ഞാനാണ്. ലോകത്ത് ആരെങ്കിലും പറഞ്ഞ വാക്കാണിത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടോ? ഈ രീതിയിൽ ധൈര്യപ്പെട്ടവരുണ്ടോ? തീർന്നില്ല. അവൻ പറയുകയാണ്, യാ ഖൗം, അല്ലയോ സമൂഹമേ, വഖാല ഫിർഔനു ലിഖൗമിഹി. ഫിർഔൻ തന്നെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ സമൂഹമേ, ഈ മിസ്ർ എന്ന് പറയുന്ന പട്ടണം എന്റെ അധികാരത്തിലാണ്. ഞാൻ അറിയാതെ ഒരു ഇല ചലിക്കുകയില്ല കേട്ടോ, ഞാൻ അറിയാതെ ഒരു മണൽത്തരി പോലെ വിളകുകയില്ല കേട്ടോ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ ഭൂമിയിലൂടെ നടക്കുന്നതായ, ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിലൂടെ ഒഴുകുന്നതായ ലോകത്തെ ഏറ്റവും മനോഹരമായ നദിയില്ലേ, നൈൽ എന്ന് പറയുന്ന സുന്ദരമായ നദിയില്ലേ, ആ നൈൽ നദി ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്, എന്റെ കാൽച്ചുവട്ടിലാണ്. ലോകത്ത് ഒരു ഭരണാധികാരിയും പറയാത്ത വാക്കാണ്. ആരെങ്കിലും പറയാറുണ്ടോ? എന്റെ അധീനതയിലാണ് ഗംഗ ഒഴുകുന്നത്, എന്റെ അധീനതയിലാണ് യമുന ഒഴുകുന്നത്, എന്റെ അധീനതയിലാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. പറയാറുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരാള് പറയാനും മുതിർന്നിട്ടില്ല. പക്ഷെ ഫിർഔന് മുതിർന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ അധീനതയിലാണ് ഇതൊക്കെ പോകുന്നത്.
ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. അതിന്റെ ഉത്ഭവം ഇന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. പലതും പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇന്നും അതിന്റെ ഉത്ഭവം കണ്ടെത്തിയിട്ടില്ല. അതിന്റെ ഉത്ഭവം അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് ദീൻ പഠിക്കൽ. ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയുടെ ഉത്ഭവം, അതിന്റെ തുടക്കം, എല്ലാ നദിക്കും ഒരു തുടക്കമുണ്ട്. എവിടുന്നാണ് അത് ഉത്ഭവിക്കുന്നത്? ഇന്ന നദി, നമ്മുടെയൊക്കെ നാട്ടിൽ ഒഴുകുന്ന നദി, അതിന്റെ തുടക്കം എവിടെ? എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ നദിയുടെ തുടക്കം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ഇത്രയേറെ വികസിച്ചു 2023 ചന്ദ്രയാനെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നിലയ്ക്കും വലിയതാകുന്ന വിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നതാകുന്ന ആളുകൾ ഇവിടെയുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ട് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അനുമാനമാണ്, ഇന്നത് അനുമാനിച്ച് പറയാൻ എടുത്തുന്നായിരിക്കാം. അതിന്റെ യഥാർത്ഥ ഉത്ഭവമുള്ളത് അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭയങ്കര നദിയാണ് നൈൽ നദി, സാരല്ല. അള്ളാഹു നേരിട്ടൊന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വിനീതന് സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അതിന് അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. പലസ്തീൻ യാത്രയിൽ നിങ്ങൾ അതൊക്കെ കാണും. പലസ്തീൻ, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്ത്, ഈ രാജ്യങ്ങളിലുള്ള യാത്രകളിലൂടെ മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ മഖാമുകൾ സന്ദർശിക്കാനും ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ളതാകുന്ന പുണ്യമാക്കപ്പെട്ട ഗേഹങ്ങളൊന്ന് കാണാനും 2 റക്അത്ത് നിസ്കരിക്കാനും ഇബ്രാഹിം നബിയും മൂസാ നബിയും യാക്കൂബ് നബിയും മഹത്തുക്കളാകുന്ന സർവ്വ പ്രവാചകന്മാരെയും സിയാറത്ത് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം. അതോടൊപ്പം തന്നെ ഈജിപ്തിൽ എത്രയോ മഹത്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്താക്കപ്പെട്ട അവിടുത്തതാകുന്ന ശിരസ്, അവിടുത്തെ തല അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതാകുന്ന ജാമിഉൽ ഹുസൈൻ അടക്കമുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ട പള്ളി. ഇന്നത്തെ സുദിനത്തിൽ അതിങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം കൂടിയാണ്. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അതിക്രൂരമായി വധിച്ച് അവിടുത്തെ കഴുത്ത് വെട്ടിയെടുത്ത് ആ ശിരസ് ബറക്കത്താക്കപ്പെട്ട ശിരസ് അത് ബഹുമാനപ്പെട്ടതാകുന്ന ജമാലുദ്ദീൻ എന്ന് പറയുന്ന വലിയതാകുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് കർബല യുദ്ധത്തിലാണ്, ഇറാഖിലെ കർബലയിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ശരീരം മറവിട്ട് കിടക്കുന്നത്. അതല്ല, അവിടെ തന്നെ അദ്ദേഹത്തിന്റെ തലയും ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആ തല കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എന്ന മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകൾ അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ ചാരത്ത് കബറടക്കി എന്ന് അൽ ബിദായത്ത് വൻ നിഹായ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറം വേറൊരു പണ്ഡിതന്മാർ പറയുന്നു, അതല്ല, ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ എന്ന് പറയുന്നതാകുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈ തല പൊന്നും വില കൊടുത്തുകൊണ്ട് അസ്കലാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് 30,000-ഓളം സ്വർണ്ണ നാണയം കൊടുത്തു കൊണ്ടുവന്ന് ഈ തല കൊണ്ടുവന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശിരസ് കൊണ്ടുവന്ന് പവിത്രമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിൽ ജാമിഉൽ ഹുസൈൻ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് സിയാറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അഭൂതമായ തിരക്കാണ്. 24 മണിക്കൂർ. പ്രവാചകന്റെ പേരക്കുട്ടിയല്ലേ, സാരക്കാരാണോ? സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാരുടേതാകുന്ന അവരുടെ പരമ്പരയിൽ അഹ്ലു ബൈത്തിന്റെ ഒരു രക്തത്തുള്ളിക്ക് ലോകത്തുള്ള കോടിക്കണക്കിന് ആലിമീങ്ങൾ ചേർന്നാലും ഒരിക്കലും സമാനമാവൂല. അള്ളാഹു അടുത്തേക്ക് ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവര് ഷഹീദായത് നമ്മൾ ഈ നിലകൊള്ളുന്നത് പോലെ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ്. മുഹറം 10 ഇതേപോലെ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ് അവർ ഷഹീദായത് എന്നുകൂടിയും ഇന്നത്തെ സുദിനത്തിൽ ഓർക്കൽ നിർബന്ധമാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുത്തെ ഒരു പൊരുത്തം, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പൊരുത്തം ഷഹീദാണ്. അതുകൊണ്ട് തന്നെ മഹത്വം വളരെ വലുതാണ്. സാധാരണക്കാരെ പോലെയല്ല ഷഹീദ്, സാധാരണക്കാരെ പോലെയല്ല പ്രവാചകന്റെ കുടുംബം അഹ്ലു ബൈത്ത്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ അബീ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, ഒരു കരിമ്പടപ്പ് കൊണ്ടുവരിൻ, ഒരു പുതപ്പ് കൊണ്ടുവരിൻ. അപ്പോൾ ഒരു കമ്പിളി പുതപ്പ് കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ ആ പുതപ്പെടുത്തിട്ട് ഇങ്ങനെ മൂടിയ കൂട്ടത്തിൽ ആരെയൊക്കെയാണ് കൂടെ ചേർത്തത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ, മകളാകുന്ന ഫാത്തിമ ബീവിയെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും ചേർത്തിട്ട് പറഞ്ഞു, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്.
അല്ലാഹുമ്മ തഹിർഹും തത്ഹീറ, ഇവരെ നീ ശുദ്ധീകരിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. പ്രവാചകൻ ഇങ്ങനെ തലയിലേക്ക് തല മാത്രം പ്രവാചകൻ വെളിയിലിട്ടിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അവരുടെ പരമ്പരയിലൂടെ കടന്നു വന്ന പ്രവാചക പരമ്പരയിലൂടെ കടന്നു വന്ന മഹത്തുക്കളാണ് ഇന്ന് കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാദാത്യങ്ങൾ എന്നറിയുന്നു. അവർ നിസാരക്കാരല്ല, അവരെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അഹ്ലു ബൈത്ത് ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്, അവരെ നിസാരരാക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന് വാദിക്കുന്നവർ ഇന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പടുവിഡ്ഢികളാണ് അവർ. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് ശേഷം നിങ്ങൾ മുറുകെ പിടിക്കേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഖുർആൻ, മറ്റൊന്ന് എൻ്റെ അഹ്ലു ബൈത്ത് നബി മുഹമ്മദ് മുസ്തഫ. അഹ്ലു ബൈത്തിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മഹല്ലത്തുകളിലുള്ള വലിയതാകുന്ന മഹത്തുക്കളാകുന്ന ഇമാമിങ്ങൾ, അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക. തഴവാ ഉസ്താദൊക്കെ വാതിന് വേണ്ടി ഒരു സദസ്സിൽ പോയാൽ അവിടെ ഒരു സയ്യിദ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വിറയ്ക്കാൻ. കാരണം അവർക്കറിയാം ആ മഹത്തുക്കളുടേതാകുന്ന പവർ. നമ്മൾ ഇന്ന് സാദാത്യങ്ങളെക്കൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. സാദാത്യങ്ങൾക്ക് എപ്പോഴും വലിയ വിലയാണ്, സ്ഥാനമാണ്. പ്രവാചക പരമ്പരയ്ക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ പൊരുത്തം ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അഹങ്കാരത്തിന്റെ പരമോന്നതയിലേക്ക് എത്തി നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. വിശാലമാണ് ചരിത്രം, ചുരുക്കി പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഖുർആനിന്റെ വിവിധ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. കാരണം വലിയ പഠിക്കേണ്ട ഒരു പാഠമാണ് അവൻ. ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഖുർആനിൽ 100% ഇത്തരത്തിലുള്ള അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുള്ളൂ. നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കൽ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയതാകുന്ന കൽപ്പന നിരോധന ക്രിയകളുള്ളത് 10%. ബാക്കി 90% അഖ്ബാറാണ്, ചരിത്രങ്ങളാണ്. ഇത് പറയുമ്പോ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കും. അതിനാണത് ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നാം വിവരിക്കുന്നത് എന്തിനെന്നറിയുമോ ഹബീബേ? ഹൃദയത്തിൽ തറയ്ക്കാനാണ്. മുൻഗാമികളാകുന്ന ആളുകൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതദക്കറൂൻ. മുൻഗാമികളാകുന്ന മഹത്തുക്കളുടെ ചരിത്രം, മുൻഗാമികളാകുന്ന തമ്മാടികളാകുന്ന ആളുകളുടെ ചരിത്രം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. എന്തിനെന്നറിയുമോ? അവർ ഗുണപാഠം ശ്രദ്ധിക്കാനാണ്. സാലിഹീങ്ങളുടെ ചരിത്രം പറയുമ്പോ അത്തരത്തിൽ ആവണേ അല്ലാ, എനിക്കാവണേ അല്ലാ, എന്നെയും കുടുംബത്തെയും അത്തരത്തിലുള്ള സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. തമ്മാടികളും റൗഡികളുമാകുന്ന ആളുകളെ പറയുമ്പോ അല്ലാഹുവേ പടച്ചറപ്പേ, അവരെ പോലെ മോശപ്പെട്ടതാകുന്ന നന്ദികേടിന്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ. ഞങ്ങളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. ഇത് ജനങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാ പരിശുദ്ധമായ ചരിത്രങ്ങൾ ഈ ഉമ്മത്തിന് വിവരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫിർഔനിന്റെ ചരിത്രം പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമത്തെ പതിയാങ്കര ഉസ്താദിന്റെ സവിധത്തിലേക്ക് 18ാമത്തെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസിനികളെ പഠിച്ചു വെക്കണേ. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് നടക്കല്ലേ, വല്ലാതെ ആഗ്രഹിച്ചു പോയവനാണ് ഫിർഔൻ. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ആരായിരുന്നു ഫിർഔൻ? ഫിർഔനിന്റെ തുടക്കം എങ്ങനെയാണ് അറിയണ ഈ ഉമ്മത്ത്. ഫിർഔൻ എന്ന് പറയുന്ന ഈ റസാസിം എന്ന പേരുള്ള റംസീസ് രണ്ടാമൻ എന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ, അവൻ ഈജിപ്തിലേക്ക് വരുമ്പോ അന്നുള്ളതാകുന്ന ഭരണാധികാരി ഈജിപ്തിലെ ഫറോവയുടെ മുന്നിൽ കൈനീട്ടി ഓച്ചാനിച്ച് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരണമെന്ന് പറഞ്ഞ് ഇറാഖി എന്ന് പറയുന്നതാകുന്ന രാജ്യത്തിൽ നിന്ന് പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം കുടിയേറ്റക്കാരനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികളൊക്കെ വരുന്നത് പോലെ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ട് ഒരു ജോലി തരണേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ഫറോവയുടെ മുന്നിൽ ഈജിപ്തിന്റെ അക്കാലഘട്ടത്തിൽ ഭരണാധികാരിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്ന മനുഷ്യന് ശവക്കോട്ടയുടെ കാവൽ കൊടുക്കുകയാണ്. ശവക്കോട്ടയുടെ കാവൽ.
കാരണം എന്തുകൊണ്ട്? അന്നും ഇന്നത്തെ പോലെയാണ്. അടക്കുന്ന സമയത്ത് ശവക്കോട്ടയെ കൊണ്ട് അടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് കാര്യപ്പെട്ട ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അടക്കുക. അപ്പൊ ശവക്കോട്ട തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ കയ്യേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് ഒരു കാവൽ. നമ്മുടെയൊക്കെ പള്ളിക്കാട്ടിൽ കാവലേ വേണ്ട. കാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാകാൻ 3 ജോഡിയാണ്. ഇത് വീട്ടിലുണ്ട്. ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശവക്കോട്ടയിൽ കൊണ്ടുപോയി കാവൽ നിർത്തുകയാണ്. ഈ കാവലിന്റെ ജോലിയാണ് ആദ്യമായിട്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി റസാസിം എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഏറ്റെടുക്കുന്ന ജോലി. അതാ ഇറാഖുകാരനാണ് അവൻ. അസ്ലി ഇറാഖിൽ നിന്നാണ് ഈജിപ്തിലേക്ക് വന്നത്. കുടിയേറി പാർത്തവനാ. അങ്ങനെ അവിടെ വന്ന് ഏകനായി വന്നവൻ അവസാനം അവിടുന്ന് പിന്നീട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എങ്ങനെ എത്തി? ആളുകളെ കൊണ്ടുവന്ന് നടക്കുമ്പോൾ ശവക്കോട്ടയിലേക്ക് പിന്നെ അടക്കുമ്പോൾ പതുക്കെ പതുക്കെ അവൻ അവിടുത്തെ മെയിൻ ആളായി മാറി. വരുന്നവരുടെ കയ്യിൽ നിന്ന് ഓരോ ദിർഹം വെച്ച് വാങ്ങാൻ തുടങ്ങി. ഒരാളടക്കുമ്പോൾ ഒരു ദിർഹം കിട്ടണം, കൈക്കൂലി. അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് നിലകൊള്ളുന്ന സമയത്ത് നാട്ടിൽ വലിയൊരു വസൂരി വീടുകൾ. വസൂരി വന്നവരുടെ 10,000-കണക്കിന് ആളുകൾ മരിക്കാൻ, ഒറ്റയടിക്കുണ്ടാകുന്ന മരണം, ആളുകൾ വന്ന് പെട്ടെന്നുണ്ടാകുന്ന മരണം, കബറടക്കുന്ന പ്രഥമ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ഇവനാണ് നടത്തുന്നത്. എല്ലാവരെയും കൊണ്ടുവന്ന് അടക്കം ചെയ്യുമ്പോൾ ന്യായമായിട്ട് കൈക്കൂലി ഓരോരുത്തരെന്ന് വാങ്ങാൻ. കാരണം കബറടക്കാൻ സ്ഥലമില്ല, അടക്കം വേണോ, എന്നാൽ ഇത്ര തരണം. 1 വാങ്ങിച്ചുകൊണ്ടിരുന്നോ 10 വാങ്ങാൻ തുടങ്ങി. നൊടിയിടയിൽ സെക്കൻഡുകൾക്കുള്ളിൽ നാട്ടിലെ ഒരു പ്രമാണിയായി ആ ഒരൊറ്റൊരു വസൂരിയോടുകൂടി അവൻ മാറുകയാണ്. അവൻ വലിയതാകുന്ന ഒരു ധനാഠ്യ പദവിയിലേക്ക് വന്നു. ഉള്ളത് കൊണ്ട് വീണ്ടും കാശെറിഞ്ഞ് അവൻ വീണ്ടും ഉന്നത പദവിയിലേക്ക് എത്താണ്. ചെറിയ തോതിൽ കൈക്കൂലി കൊടുത്ത് പട്ടാളത്തിൽ കയറിപ്പറ്റി. അക്കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളത്തിലേക്ക് പട്ടാളത്തിലേക്ക് കയറി ഓരോ പടിപടിയായിട്ട് അതിന്റെ മുകളിലുള്ള സ്ഥാനങ്ങൾ അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അശ്രാന്ത പരിശ്രമത്തിനൊടിയിൽ കൈക്കൂലി കൊടുത്ത് പട്ടാള മേധാവിത്വത്തിലേക്ക് അവൻ വന്നു. ആ സമയത്താണ് രാജാവിന് രോഗം മൂർച്ഛിച്ചത്. രാജാവ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോയി. അധികാരത്തിന്റെ പരമോന്നത പദവി കൈക്കലെന്താൻ ഇനി ഇതിനേക്കാൾ നല്ല അവസരമില്ല എന്ന് മനസ്സിലാക്കിയവൻ പട്ടാളത്ത് മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് ഒരു വലിയതാകുന്ന സമരമുറയ്ക്ക് തയ്യാറായി. അധികം താമസിക്കേണ്ടി വന്നില്ല. അവന്റെ കൗശല ബുദ്ധിയും കുതന്ത്രവും എല്ലാം കൂടി പരിശ്രമിച്ചപ്പോ അവൻ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി ഫറോവ ചക്രവർത്തി പദത്തിലേക്ക് ഇറാഖിൽ നിന്ന് വന്നതായ ഒരു പാവപ്പെട്ട ദരിദ്രനാകുന്ന ബാലൻ പിൽക്കാലത്ത് ലോകമറിയപ്പെട്ടതാകുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വത്തിലേക്ക് ഉന്നതനാകുന്ന സ്ഥാനത്തിലേക്ക് മാറുക. ഫിർഔൻ എന്ന പദവിയിലേക്ക് അറിയപ്പെട്ട ഫിർഔൻ റസാസിം രണ്ടാമൻ, റംസീസ് രണ്ടാമൻ ഉന്നതനായ വ്യക്തിയായി മാറി. അങ്ങനെയാണ് അവൻ അധികാരത്തിലേക്ക് വരുന്നത്. ഒന്നും അല്ലായിരുന്നു, 0 ഇന്നത്തെ കൗമിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒന്നും ഇല്ലായിരുന്നു. അവസാനം ഇച്ചിരി 5 ലക്ഷം രൂപ അവിടെ എറിഞ്ഞ് പലിശയ്ക്ക് എറിഞ്ഞ് കാശ് കുറച്ചും കൂടി കിട്ടി. പരിപാടി കൂടുതൽ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 5ഉം 10ഉം എടുത്ത് അപ്പുറത്തെറിയ. ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് വല്ലതും പറയാന്നില്ല. ഉസ്താദുമായിട്ട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. അല്ലാതെ തന്നെ എനിക്കറിയാം. ഞാൻ ഈ ആറാട്ടുപുഴയിലൊക്കെ മുമ്പ് ഭാഗം വന്നല്ലേ, 2 അല്ലേ ഇവിടെ ആറാട്ടുപുഴയിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കൗമിനെയൊക്കെ നല്ലതുപോലെ അറിയാം. പിന്നെ ആലപ്പുഴയിൽ ഒരു 5 വർഷം ഇരുന്നത് കൊണ്ട് തന്നെ, മസ്താമ്പള്ളി ഇരുന്നത് കൊണ്ട് തന്നെ ഏകദേശം കൗമിനെ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ലതുപോലെ പരിചയമാണ്. ആ കൗം അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ എങ്ങനെയാണ് റോൾ ചെയ്യുന്നത് എന്നൊക്കെ നല്ലതുപോലെ അറിയാം.